സ്റ്റേഷനിൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ CI നടത്തിയ അതിക്രമം പൊതിഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചതിന്റെ വിവരങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ്. CI യഹിയയ്ക്ക് ജാമ്യം ലഭിക്കാൻ FIR അട്ടിമറിച്ചുവെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറി കരുതൽ തടങ്കലിലുള്ള പ്രതികളെ ബലപ്രയോഗത്തിലൂടെ പുറത്തിറക്കിയതിന് FIRൽ വകുപ്പുകൾ ചേർത്തില്ല. പെറ്റി കേസ് മാത്രമാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. കോൺഗ്രസ് നേതാവിന്റെ മുൻ ഗൺമാനെ രക്ഷിക്കാൻ നടന്നത് ഉന്നത ഇടപെടലാണ്. വിവരങ്ങളുമായി അനുരു അശോകൻ ചേരുകയാണ്. അനുരു, ഈ വാർത്തയുടെ ഒരു നാൾ വഴികൾ ചുരുക്കി പറയാമോ? നിലവിലെ അവസ്ഥ എന്താണ്? വ്യാഴാഴ്ച അർദ്ധരാത്രിയോട് കൂടിയാണ് പനവൂർ സ്വദേശികളായ അമൽരാജ്, അൽസാഫ്, അരുൺ, മുഹമ്മദ് പരിശോധനയ്ക്കിടെ പിടികൂടുന്നത്. ഇവരുടെ വാഹനത്തിൽ നിന്ന് വടിവാളടക്കമുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇവർക്കെതിരെ വെള്ളിയാഴ്ച കേസെടുക്കുന്ന സമയത്താണ് ഈ പിടിയിലായവർ രണ്ടുപേരും ഈ സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെയും മുൻ കോൺഗ്രസ് നേതാവിന്റെ ഗൺമാനും കൂടെയാണ്. അപ്പോൾ അദ്ദേഹം നേരെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ഇവർക്കെതിരെ FIR എടുക്കരുതെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ CIയും SIയും അത് കേൾക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് അദ്ദേഹം ഇന്നലെ ഉച്ചയോട് 1 മണിയോടുകൂടി നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറുകയും ഈ അനുമതിയില്ലാതെ തന്നെ സെൽ ലോക്കപ്പ് ഓപ്പൺ ചെയ്ത് ഈ സെല്ലിലേക്ക് അകത്ത് കയറി പ്രതികൾക്കൊപ്പം കിടക്കുകയും ചെയ്തത്. തുടർന്ന് ഇദ്ദേഹത്തെ കയ്യാമം വെച്ച് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന നടത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഉന്നതതല ഇടപെടൽ ഉണ്ടാകുന്നത്. തുടർന്ന് ഇപ്പോഴുണ്ടാകുന്ന FIRൽ ഈ പറയുന്ന ഇദ്ദേഹം ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും അതിക്രമിച്ച സ്റ്റേഷനിൽ കടന്നുവെന്നും ലോക്കപ്പിന്റെ സെല്ല് തുറന്ന് ഈ പ്രതികൾക്കൊപ്പം കിടന്നുവെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിലും വളരെ ജാമ്യം ലഭിക്കാവുന്ന പെറ്റി കേസ് 1000 രൂപ അടച്ച് ഊരിപ്പോരാവുന്ന വകുപ്പ് ചേർത്താണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളരെ ഗുരുതരമായ ജാമ്യം ഇല്ലാത്ത വകുപ്പുകൾ ചേർത്ത് FIR ഇടേണ്ട സ്ഥാനത്താണ് ഇത്തരത്തിലൊരു ഗുരുതരമായ കുറ്റകൃത്യത്തിന് ഇത്തരത്തിലൊരു ജാമ്യം ലഭിക്കാവുന്ന വളരെ നിസ്സാരമായ വകുപ്പ് മാത്രം ചേർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. ഈ കാര്യത്തിൽ നമ്മൾ CIയോടും DYSPയോടും ഒക്കെ പ്രതികരണം തേടിയെങ്കിലും ആരും ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അത് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആവശ്യപ്രകാരമായിരുന്നു എന്നുള്ള ഒരു വിവരം മാത്രമാണ് സുരക്ഷ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വലിയ അനാസ്ഥ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇദ്ദേഹം മദ്യപിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസുകാർ പറയുന്നുണ്ടെങ്കിലും FIRലടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ഇദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കനത്ത അനാസ്ഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അനുരു അശോകനാണ് വിവരങ്ങൾ നൽകിയത്.